തുടരുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 60-ാം ദിവസത്തിലേക്കും നിരാഹാര സമരം ഇന്ന് 22-ാം ദിവസത്തിലേക്കും കടന്നു. സമരം തീരാതിരിക്കാൻ കാരണം ആശമാർ തന്നെയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സമരസമിതി. മറ്റന്നാൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, നേരത്തെ ആശമാർ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയാൽ ഈ ഒരു സമരത്തിന് പരിഹാരമുണ്ടാകും, തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി തരുമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി തന്നെയാണ് ഇവർ ഈ സമരത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സമരം തീരാതിരിക്കാൻ കാരണം ആശമാർ തന്നെയാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഏറെ ഇവരെ വിഷമിപ്പിച്ചിരിക്കുന്നു. അതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് സമരസമിതി. തീർച്ചയായും വൃന്ദ, എന്തായാലും ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് രണ്ട് മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് 60-ാം ദിവസമാണിന്ന്. നിരാഹാര സമരം ഇന്ന് 22-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശാ വർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലടക്കം ആശാ പ്രവർത്തകരുടെ ചോദ്യമായി ഉന്നയിച്ചപ്പോഴടക്കം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമരം അവസാനിപ്പിക്കേണ്ടത് ആശാ വർക്കർമാരാണ്. അവർ മുൻകൈ എടുക്കാത്തതിനാലാണ് ഈ സമരം ഇപ്പോഴും തുടർന്ന് പോകുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി ആവർത്തിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓണറേറിയം ഏറ്റവും കൂടുതൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കേന്ദ്രമാണ് ഇൻസെന്റീവ് അടക്കം കൂട്ടേണ്ടത്. എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള 95% ആശാപ്രവർത്തകർ നിലവിൽ ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്, പ്രവർത്തനം തുടരുന്നുണ്ട്. കുറച്ച് ആശാപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ സമരമുഖത്തുള്ളത്. എന്നിരുന്നാൽ കൂടി അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുക്കുമെന്നടക്കം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. കൂടാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാനാവില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആശാപ്രവർത്തകർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് ആശാപ്രവർത്തകർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 3 തവണ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു, ഒരു തവണ തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചയിലൊന്നും തന്നെ ഈ ഓണറേറിയം വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ പരിഗണന ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊന്നും തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ചർച്ച നടന്നിരുന്നില്ല. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റന്നാൾ പൗരസാഗരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സാമൂഹിക രാഷ്ട്രീയ സിനിമാ മേഖലയിലെ അടക്കമുള്ള പ്രമുഖരടക്കം തന്നെ ഇതിൽ പങ്കെടുക്കുമെന്നാണ് ആശാപ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ ഈ 60 ദിവസത്തിനകം തന്നെ നിരവധിയായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആശാപ്രവർത്തകർ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തവണ മറ്റന്നാൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ആശാപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളടക്കം തന്നെ പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ ആശാപ്രവർത്തകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ്. ധർമ്മം ജയിക്കുമെന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ട്. പൊതുജനങ്ങളടക്കം തങ്ങളുടെ കൂടെയാണെന്ന് തങ്ങൾക്കറിയാം. നിരവധി പേരാണ് പിന്തുണയുമായി ഇപ്പോൾ സമരപന്തലിലും മറ്റും എത്തുന്നത്. ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. വൃന്ദ.